മാറ്റങ്ങളുണ്ടാവും. കാരണം മാറണമെന്ന് വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ തല അവിടെ ഉള്ളപ്പോൾ മാറാൻ ബുദ്ധിമുട്ടാണ്. ചില തലകൾ ഉരുണ്ട് കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അമേരിക്ക അങ്ങനെ, ഇസ്രായേൽ അങ്ങനെയെങ്കിലും നല്ല കാര്യം ചെയ്യട്ടെ. പക്ഷേ ഇസ്രായേലിന്റെ ആക്രമണത്തിന് പിന്നാലെ അദ്ദേഹത്തിന്റെ ഈ ആരാധകരുടെ എണ്ണം കൂടി ശക്തി വർദ്ധിച്ചിട്ടുണ്ട്. എന്ത് കാര്യം? B-52 വിമാനം 2 സ്ക്വാഡ്രൺ ചുറ്റും വന്ന് ഈ ലോകം മൊത്തം ബോംബ് ചെയ്യാൻ പറ്റും. ഈ ആരാധകരുടെ എണ്ണം കൂടിയിട്ട് എന്ത് കാര്യം? പണി നടക്കണ്ടേ? പണിയല്ലേ പ്രധാനം, എണ്ണമല്ലല്ലോ. പണി ചെയ്യാൻ ഇസ്രായേലിന് അറിയാം, അമേരിക്കയ്ക്ക് അറിയാം. അതാണ് പ്രധാനം. ആളുകൾ എണ്ണം കൂടിയിട്ടൊന്നും ഒരു കാര്യമില്ല. അന്ന് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ആക്രമണ സമയത്ത് ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇസ്രായേൽ ഖമേനിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അമേരിക്കയും ട്രംപുമാണ് തടഞ്ഞത്. കാരണം അദ്ദേഹം ഒരു മതപുരോഹിതൻ കൂടിയാണല്ലോ. അങ്ങനെ ഒരു മതവുമായി ചേർന്ന് നിൽക്കുന്നുണ്ടോ? അങ്ങനൊന്നുമില്ല. ഇപ്പം ഷിയാ രാജ്യമാണെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അതിനിപ്പോൾ ഷിയാക്കൾ ഒരു എന്താ പറയുക, ഒരു ഔട്ട്ക്രൈ ഉണ്ടാവും. ഷിയാക്കളുടെ പുരോഹിതൻ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അതായിരിക്കും. അത് വെച്ചാൽ അമേരിക്കക്ക് എന്താ ഇഷ്ടം? അതുകൊണ്ടാണ് അമേരിക്ക അയാളെക്കാട് ഫാൻസ് ഉണ്ട് ബിൻ ലാദൻ. അയാൾക്കൊന്നില്ല. അയാൾ ഒഫീഷ്യൽ ഭീകരവാദി, അയാൾ അൺഒഫീഷ്യൽ ഭീകരവാദി, അത്രയേ ഉള്ളൂ. പക്ഷെ ഭരണം നടത്തിയില്ല. അതാവുന്നത് ഒഫീഷ്യൽ ഭീകരവാദി, ബിൻ ലാദൻ അൺഒഫീഷ്യൽ ഭീകരവാദി. ഇതിൽ ഇമ്പാക്റ്റ് അമേരിക്ക പഠിക്കുന്നത് ബിൻ ലാദനാണ്. കാരണം ബിൻ ലാദൻ്റെ ആരാധകർ ചാവേറുകളാണ്. ഇയാളുടെ ആരാധകർ അങ്ങനെ ചാവേറുകളൊന്നാകാൻ പോകുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.